എന്തു പറ്റി? ഒന്നുമില്ലടോ, താണെന്നിറങ്ങ്. നമുക്ക് കുറച്ചേരം ഒന്ന് നിന്നിട്ട് പോവാം. ഇറങ്ങ. പകല് താനിതുവഴി പോയിട്ടുണ്ടാവും, പക്ഷേ രാത്രി ഇവിടെ വന്നു നിന്നിട്ടുണ്ടോ? ഞാനെന്താ പ്രേതോ രാത്രി ഇതുവഴി ഇറങ്ങി നടക്കാൻ? പകൽ സമയത്ത് നമ്മൾ കാണുന്ന സ്ഥലങ്ങള് ആൾത്തിര കൊഴിഞ്ഞ് ഉറങ്ങാതെ കിടക്കുന്ന ഒരു സമയമുണ്ട്. നല്ല ചന്തുവാ അതൊന്ന് കാണാം. നമ്മുടെ സിറ്റിയൊക്കെ ഒന്ന് നോക്കി, വാഹനങ്ങളൊക്കെ ഒഴിഞ്ഞ് നിരത്തിന്റെ പൂർണ്ണ ഭംഗിയില് ലൈറ്റുകളൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുമ്പോ എന്തൊരു ഭംഗിയായിരിക്കും ഒന്ന് കാണാൻ. യാത്രകളിൽ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും വരണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്റെ അവസ്ഥ എന്താണെന്നറിയോ? എവിടെയെങ്കിലും പോവാൻ വേണ്ടി കാറിൽ കയറിയിരുന്ന ആ സ്ഥലം എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ പുറത്തെ കാഴ്ച കാണലൊക്കെ കുറവായിരിക്കും. അപ്പോ രാത്രിയുടെ സൗന്ദര്യം കാണിക്കാനായിട്ട് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാ, ഈ ഫിദ മാഡത്തിന് അവരുടെ പഴയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, പൂർണ്ണമായിട്ടും തനിച്ചാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഫിദ മാഡത്തിന്റെ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ആരെക്കുറിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുമില്ല, ഞാനിട്ട് ചോദിച്ചിട്ടുമില്ല. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങള് ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഫിദ മാഡത്തിന് തന്നോടുള്ള സ്നേഹം കണ്ടാല് ആർക്കും അസൂയ തോന്നിപ്പോകും. വിവാഹത്തിന് ഫിദ മാഡം തനിക്ക് സമ്മാനിച്ചത് ലക്ഷക്കണക്കിനുള്ള ആഭരണങ്ങളാണ്. നോക്ക്, ഇപ്പൊ നമുക്ക് പ്രസന്റായിട്ട് വാങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നത് കോടികൾ വില മതിക്കുന്ന കാറും. അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. വേറെന്താ? എന്നെ ഫിദ മാഡം സ്വന്തം മോളെന്നല്ലേ പറയുന്നേ? എനിക്ക് അതൊന്നുമല്ല. ഫിദ മാഡത്തിന്റെ സർവ്വ സമ്പത്തും എനിക്കാണെന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, അറിയോ? ഞാൻ അതറിയാൻ വേണ്ടതെന്നല്ല ചോദിച്ചത്. എന്റെ മനസ്സിൽ എന്തോ ചില കഥകളൊക്കെ വരുന്നുണ്ട്. എന്ത് കഥ? അതൊന്നും തന്നോട് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അതിന്റെ ഒരു അന്വേഷണത്തില. എന്ത് അന്വേഷണം?